ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എത്ര വേകാത്ത അരിയും നിമിഷ നേരം കൊണ്ട് പ്രഷർ കുക്കറിൽ, അതും ഒറ്റ വിസിൽ പോലും അടിക്കാതെ എങ്ങനെ നല്ലപോലെ വേവിച്ചെടുക്കാമെന്നുള്ളതാണ് ഒരു ടിപ്പ്. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഗ്യാസും ലാഭമാണ്, അതുപോലെ തന്നെ സമയലാഭവുമാണ്. പിന്നെ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പ് മാറ്റാനൊരു സൂത്രമുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ടിപ്പുകളൊക്കെയാണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. ആദ്യം തന്നെ നമുക്ക് പാവയ്ക്കയുടെ കയ്പ്പ് മാറ്റുന്ന സൂത്രം കണ്ടു നോക്കാം. ഇതിവിടെ ചെന്നൈയിൽ കിട്ടുന്ന നല്ല കയ്പ്പുള്ള പാവയ്ക്കയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണക്ക് ഒരു ലൈറ്റ് ഗ്രീനുള്ള പാവയ്ക്ക പോലെയല്ല, ഇതിന് ഭയങ്കര കയ്പ്പാണ്. അപ്പോൾ ഞാൻ പാവയ്ക്ക കറി വെക്കുന്ന സമയത്ത് കയ്പ്പ് മാറാനായിട്ട് ഇതുപോലെ ചെയ്യാറാണ് കേട്ടോ പതിവ്. പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലുള്ള കുരുവും ആ ഒരു വൈറ്റ് പോർഷനും ഒക്കെ നമ്മൾ നല്ലതുപോലെ ഒരു സ്പൂണോ കത്തിയോ ഉപയോഗിച്ചിട്ട് കളയുന്നുണ്ട്. ഞാനിന്ന് പാവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ തിരുമ്മി ഒരു 5-10 മിനിറ്റ് നേരം മാറ്റി വെച്ചിട്ട് 1-2 വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് കറി വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. കഴുകി വൃത്തിയാക്കി തീരെ കനം കുറഞ്ഞ് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് അരിപ്പൊടിയും കോൺഫ്ലവറും കടലമാവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ 1-2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തൊരു 10-15 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിനൊപ്പം വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. പാവയ്ക്ക കഴിക്കാത്തവർ വരെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു രീതിയിൽ പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതിലിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മുടെ നെയിൽ കട്ടർ വെച്ചിട്ടുള്ള 1-2 ടിപ്പുകളാണ് കേട്ടോ. സന്ധ്യാസമയങ്ങളിൽ നമ്മൾ വീട്ടിൽ കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെക്കാൻ നോക്കുമ്പം അതിൻ്റെ സ്റ്റാൻഡ് കാണാനുണ്ടാവില്ല. ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സ്റ്റാൻഡിന് പകരമായിട്ട് അത്യാവശ്യ സമയങ്ങളിൽ നെയിൽ കട്ടർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെയിൽ കട്ടറിൻ്റെ ആ ഒരു ചെറിയ വിടവിലേക്ക് അഗർബത്തി കുത്തി വെക്കുകയാണെങ്കിൽ അതവിടെ നിന്ന് കത്തിക്കോളും. അതുപോലെ തന്നെ കൊതുകുതിരി കുറച്ചധികം സമയം കത്താനായിട്ട് കൊതുകുതിരിയുടെ മുകളിൽ ഇതുപോലെ കുറച്ച് വാസലിനൊന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കൊതുകുതിരി കത്തിത്തീരത്തില്ല. പലരും അഗർബത്തിയുടെ സ്റ്റാൻഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലൊക്കെ കൊതുകുതിരി കത്തിച്ച് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര അപകടമാണ്. മാത്രമല്ല ചുവരിൻ്റെ ആ സൈഡിൽ പാടും വീഴും. മിക്കവരുടെ വീട്ടിലും സംഭവിക്കുന്നൊരു കാര്യമാണ്. സന്ധ്യയ്ക്ക് നോക്കുമ്പം അഗർബത്തിയുടെ സ്റ്റാൻഡ് കാണാൻ കിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്പ്, നമ്മൾ നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് തെറിച്ച് അവിടെ ഇവിടെയൊക്കെ വീണ് പോകാതിരിക്കാനായിട്ട് നഖം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സെല്ലോ ടേപ്പ് നെയിൽ കട്ടറിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന നഖമൊക്കെ ഈ ഒരു സെല്ലോ ടേപ്പിൽ ഒട്ടിയിരുന്നോളും. ചെറിയൊരു പീസ് സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നെയിൽ കട്ടർ വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നിങ്ങളൊന്ന് നെയിൽ കട്ട് ചെയ്ത് നോക്കൂ. നമ്മൾ കട്ട് ചെയ്യുന്ന നഖമൊക്കെ ഈ ഒരു സെല്ലോ ടേപ്പിന് ഉള്ളിൽ തന്നെ വീണോളും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ മുത്തശ്ശിയുള്ള സമയത്ത് വീടിനുള്ളിൽ വെച്ചിട്ട് നഖം കട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു, പ്രത്യേകിച്ചും സന്ധ്യാസമയത്തൊക്കെ. അതിന് മെയിനായിട്ടുള്ള കാരണം നഖം വീട്ടിനുള്ളിൽ വീഴുന്നത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ അത് നോക്കാറില്ലെങ്കിലും ഇതുപോലെ നമ്മൾ നഖം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലോ ടേപ്പൊക്കെ വെക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ അവിടെ എവിടെയായിട്ടൊന്നും നഖം വീണ് കിടക്കത്തില്ല. ഇതുപോലെ നമ്മൾ നെയിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സെല്ലോ ടേപ്പ് നല്ലതുപോലെ ഒന്ന് മടക്കി ഡസ്റ്റ്ബിനിലിട്ടാൽ മതി. ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുതേ. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് ഒരു മോട്ടീവ് ആവുന്നത്. അടുത്ത ടിപ്പ്, നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം എടുക്കുമ്പം ആ ഒരു കട്ട് ചെയ്ത ഭാഗം വളരെ എളുപ്പത്തിൽ അറിയാനായിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചാൽ മതി. ടൂത്ത് പിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചാലും മതി. ഇനി നമ്മുടെ മെയിൻ ടിപ്പിലേക്ക് പോകാം. എത്ര വേകാത്ത അരിയും ഒറ്റ വിസിൽ പോലും അടിക്കാണ്ട് പ്രഷർ കുക്കറിൽ എങ്ങനെ വേവിച്ചെടുക്കാമെന്ന് നോക്കാം. ഞാനിന്ന് എടുത്തേക്കുന്നത് ജയയാണ്. നല്ല വേവുള്ള അരിയാണ്. 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നേരം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. രാവിലെ നമ്മൾ കിച്ചണിൽ വരുമ്പം ആദ്യം അരി കഴുകി ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചൂടുവെള്ളത്തിൽ അരി ഇട്ട് വെച്ചിരുന്നാലും മതി.
ഇപ്പം നമ്മൾ അരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്രഷർ കുക്കറിൽ ഞാൻ ഏകദേശം ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഈ 1 ഗ്ലാസ് അരി വേവിച്ചെടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവില്ല കേട്ടോ, കുറച്ച് കൂടുതൽ വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ അരി വേവിച്ചെടുക്കാനായിട്ട് വലിയ പ്രഷർ കുക്കർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. വലുതാകുമ്പം ആ ഒരു കുക്കറിനുള്ളിലെ പ്രഷറും കൂടുതലായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും. അരിയിൽ ഉപ്പിടുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ പൊതുവേ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പിടാറില്ല. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കാം. അതിന് മുകളിൽ വെയിറ്റ് നമ്മൾ വെച്ചിട്ടില്ല. പ്രഷർ വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ പ്രഷർ വരും, കാരണം നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണ് അരി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചോറ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കലത്തിൽ വേവിച്ചെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും ചോറ് റെഡിയാക്കി എടുക്കാം. ഇപ്പം പ്രഷർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വിസിൽ വരാനായിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നില്ല. വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഫ്ലെയിം ഓഫാക്കും. വിസിൽ വരുന്നതിന് മുമ്പുള്ളൊരു സ്റ്റേജ് നമുക്കറിയാമല്ലോ, ആ ഒരു വെയിറ്റിൻ്റെ സൈഡിലൊക്കെ തിളച്ച് വരുന്നത് പോലെ കുമ്പളകളൊക്കെ വരാൻ തുടങ്ങും. ഒരു ചെറിയ സൗണ്ടൊക്കെ വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം പ്രഷർ കുക്കറിനുള്ളിലുള്ള പ്രഷർ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കർ തുറന്ന് നോക്കുന്നത്. ഇപ്പം നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ തവിഞ്ഞ് കുക്കർ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളെടുത്ത അരി നല്ല വേവുള്ളയാണ്. നമ്മൾ വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞാലും വെന്ത് കിട്ടത്തില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ചാക്കാലൊക്കെ ഇട്ടാൽ സഞ്ചാരത്തിന് വേവുന്ന അരി എന്ന് പറയുന്ന അത്രയും വേവുള്ള അരിയാണ് കേട്ടോ നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. അതാണ് ഒറ്റ വിസിൽ പോലും വരാണ്ട് കുക്കറിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ കലത്തിൽ വേവിക്കുന്നത് പോലെ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കൂടുതൽ വെള്ളം എടുത്തിരുന്നത്. നമ്മൾ കലത്തിൽ എങ്ങനെയാണോ വേവിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുക്കറിലും വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ രുചി വ്യത്യാസമോ വെള്ളം കെട്ടുകയോ കുഴഞ്ഞു പോകുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. തീർച്ചയായിട്ടും ചോറ് വേവിക്കുന്ന ടിപ്പായിരിക്കും. അപ്പോൾ അടുത്ത നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.